ഇനി നമുക്ക് ഫിഗറിലേക്ക് കടന്നാൽ 40% ആണ് റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 66-67% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തത്തിൽ ടൈമെക്സ് ചെയ്തിരുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 കോടി രൂപയായിരുന്നു. പക്ഷേ ഈ Q1 പ്ലസ് Q2 മാത്രം അവർ ഏകദേശം 45 കോടിയോളം റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്, എബിറ്റ മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതായത് അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ. അതേപോലെ കമ്പനിയുടെ ഫസ്റ്റ് ഹാഫ് ആണ് എപ്പോഴും നന്നായിട്ട്, അതായത് സെക്കൻഡ് ഹാഫിനെ കഴിഞ്ഞ് കൂടുതൽ റവന്യൂ അതേപോലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അവർക്ക് ഫസ്റ്റ് ഹാഫിലാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഏകദേശം ഈ 45 കോടിയുള്ള റവന്യൂ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഏകദേശം ഒരു 20-25 കോടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നതിനും 100% കൂടുതൽ നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വന്നാൽ ഏകദേശം ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ 65-70 കോടി രൂപയോളം നമുക്ക് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ആ രീതിയിൽ പ്രോഫിറ്റ് വന്നാൽ അവരുടെ PE റേഷ്യോ, അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ഫോർവേഡ് PE ഏകദേശം 60-ന് അടുത്തായിരിക്കും വരിക. ഒന്ന് വെച്ചാൽ കമ്പനി നല്ല രീതിയിൽ ഗ്രോ ചെയ്യുകയും ഗൈഡൻസ് മീറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ